നമ്മളെ മനസ്സ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് മനസ്സ് അല്ലേ? എല്ലാവർക്കും അറിയാലേ? കാണാൻ പറ്റില്ല, ഭയങ്കര പവർ ഉണ്ട് നമ്മളെ മനസ്സിലേക്ക്. നമ്മൾ എന്ത് കൊടുത്താലും നമ്മളെ മനസ്സ് അത് പെട്ടെന്ന് സ്വീകരിക്കും. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ ചങ്ങായിമാരെ തിരഞ്ഞെടുക്കും, നല്ല ചങ്ങായിമാർ തിരഞ്ഞെടുക്കും. ഇല്ലെങ്കിൽ ഓറുണ്ടാക്കും ചീത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ മനസ്സുണ്ടായിട്ട് മാറും, ചീത്തയായിട്ട് മാറും. അപ്പൊ അതിനുള്ള ഒരു തെളിവാണ് ഞാൻ ഇപ്പൊ ഇന്ന് കാണിച്ചു തരുന്നത്. ഇതിനെ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് എന്താക്കുന്ന വേണ്ടാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിന്നാൽ നമ്മൾ അത് മനസ്സിലാവും. നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിന്നാൽ നമ്മൾ നന്നാവും. അപ്പൊ നല്ല ചങ്ങന്മാരെ എടുക്കണം. അതിനുള്ള ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ കാണിക്കുന്നുള്ളത്. നമ്മൾ നോക്കാം ശരിയാവോ എന്നുള്ള. അപ്പൊ രണ്ടാള് വരുന്ന ആരല്ലോ വന്ന് നിങ്ങൾ രണ്ടാള് വരുന്നല്ലേ? നിങ്ങൾ രണ്ടാളും എന്താക്കണം അറിയോ? നിങ്ങൾ രണ്ടാളോട് ഞാൻ ഒരു കമന്റ് പറയാം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തൻ അറിയോന്നല്ലേ? ശക്തൻ അല്ല അന്യത്തിന് അല്ല. അപ്പൊ നീ എന്തായിക്കോ? പേപ്പർ പിടിച്ചോ, എന്താക്കണ്ട. നീ എന്തായിക്കോ? എന്നിട്ട് സിമ്പിൾ പേപ്പറല്ല, സാധാ പേപ്പറല്ലേ? ഇനി യോന് നല്ല ഉഷാറുള്ള ആളല്ലേ? യോൻ നല്ല ഉഷാറുള്ള ആളല്ലേ? രണ്ടാളെ നല്ല ഉഷാറുള്ള ആളായിരിക്കും, വിലയുള്ള ശക്തിയുള്ള ആളായിരിക്കും. ഓനായിട്ടുണ്ടാവില്ല. അപ്പൊ യോന്റെ മനസ്സിലേക്ക് ഞാനൊരു കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. അപ്പൊ ഓനത് സ്വീകരിച്ചാല് ഓനക്കുണ്ടാകുന്ന മാറ്റം നോക്കിക്കോ. യോനോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഓനോട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഓനെ ഞാൻ എന്താക്കുന്ന ഓന്റെ ഇതില്ല, നമ്മൾ സാധാരണ കുറ്റപ്പെടുത്തലില്ല. അപ്പൊ നല്ല ചങ്ങായിമാരെ എടുത്തില്ല എന്നുള്ള കൊണക്കെടുന്നാണ് പറയുന്നത്. അപ്പൊ നീ എന്താക്കിക്കോ, കണ്ണടച്ചിട്ടില്ല, ചിരിക്കണ്ട, ഞാൻ പറഞ്ഞത് മാത്രം ചിന്തിക്കാം. നിന്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, തല കേട്ടാൽ മാത്രം. നിന്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, ആ പേപ്പർ എനിക്ക് കീറാൻ കഴിയില്ല എന്ന് മാത്രം മനസ്സിലിങ്ങനെ ഞാൻ പറയും. അപ്പൊ നീ ഇങ്ങനെ മനസ്സിലാവും, അതെ ഞാൻ പറഞ്ഞു, ആ പേപ്പർ എനിക്ക് കീറാൻ കഴിയില്ല. നിന്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, ആ പേപ്പർ നിനക്ക് ഒരിക്കലും കീറാൻ കഴിയില്ല. നിന്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, നീ എത്ര നോക്കിയാലും നിനക്ക് ആ പേപ്പർ കീറാൻ കഴിയില്ല. നിന്റെ ശക്തിയെല്ലാം പോയിട്ടുണ്ട്, നിന്റെ കൈക്കൊന്നും ഇപ്പൊ ശക്തിയില്ല, നിന്റെ കയ്യിലെല്ലാ ശക്തിയും പോയിട്ടുണ്ട്. നിനക്ക് ആ പേപ്പർ കീറാൻ കഴിയല, ആ പേപ്പർ കീറാൻ കഴിയല, ആ പേപ്പർ കീറാൻ കഴിയല. ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ കൈ ഇങ്ങനെ നോടിക്കുന്ന സമയത്ത് കണ്ണ് തുറക്കണം. പക്ഷെ എനിക്ക് എന്താക്കാല്ല, പേപ്പർ കീറാൻ കഴിയല. ഞാൻ പറയുന്ന സമയത്ത് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, പേപ്പർ ഇങ്ങനെ പിടിച്ചോ, ഞാൻ പറയുമ്പോൾ കീറാൻ നോക്കിയാൽ മതി. നീ വളരെ ശക്തനാണ്, എനിക്ക് ഫുള്ള് എല്ലാത്തിനും കഴിയും. ഓക്കെ, എനിക്ക് കീറാൻ കഴിയും, എനിക്ക് കീറാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു, എനിക്ക് കീറാൻ കഴിയും, എനിക്ക് കീറാൻ കഴിയും. പറയും എനിക്ക് കീറാൻ കഴിയും പറഞ്ഞാൽ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഉറക്ക പറയും കഴിയും അല്ല. രണ്ട് കൈ ഉപയോഗിക്കാൻ കഴിയല്ലോ. പിടിച്ചോ ആയിട്ട് ഞാൻ പറയണ്ട, ഈ രണ്ട് സൈഡ് കൈ വെച്ചോ. നീ എനിക്ക് കീറാൻ കഴിയലാന്ന് പറഞ്ഞാൽ കീറാൻ കഴിയല. അപ്പൊ ഇയാളെ മനസ്സിൽ ഞാൻ കീറാൻ കഴിയലാന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇയാളെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. നോക്കല്ലേ, റെഡി 1 2 3 നമുക്ക് രണ്ടാമിങ്ങനെ പേപ്പർ കീറാണ്ട് നോക്കാം. റെഡി 1 2 3. ഓൻ കയറിയിട്ടുണ്ട്. അങ്ങ് ട്രൈ ആക്ക് എല്ലാ ഭാഗത്തും നോക്കും, എല്ലാ ഭാഗത്തും നോക്കും. ഓക്കെ ഓക്കെ, കൈ കണ്ണട ശ്വാസം എടുക്കുക, സംസാരിക്കണം. ശ്വാസം എടുക്ക്. അതിന് ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. കണ്ണടിച്ചോ, നിന്റെ പവർ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പേപ്പർ കീറാൻ കഴിയും, എനിക്ക് പേപ്പർ കീറാൻ കഴിയും. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക, എനിക്ക് കഴിയും ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക. എനിക്ക് കഴിയും ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക. ഓക്കെ, കുടിച്ചോ. നോക്കി അതാ